സുഹൃത്തെ, നമസ്കാരം. നമ്മുടെ ലൈഫിൽ ടൈം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്, അല്ലേ? നമ്മുടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം വളരെ പ്രൊഡക്റ്റീവായിട്ട് വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന രീതിയിൽ, എല്ലാ കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ രീതിയിൽ എങ്ങനെ നമുക്കൊരു ആഴ്ചയെ നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്, ഒരാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് സൺഡേ ഇരുന്നു കൊണ്ട് നമ്മൾ ആ വീക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു വീക്കിലേക്ക് നമുക്കുള്ള ഗോൾസ്, എന്തൊക്കെ കാര്യങ്ങൾ ഈ വീക്കിൽ ഞാൻ അച്ചീവ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം. ഒരാഴ്ച കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി നമ്മൾ ആദ്യം ഉണ്ടാക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ മനസ്സിൽ ചെയ്യാനുള്ള ഒരാഴ്ച കൊണ്ട് ഈ ക്ലാരിറ്റി വന്ന ശേഷം ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളും ബ്രെയിൻ ഡംപ് എന്ന് നമുക്ക് പറയാം. മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളെയും ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, ഒന്ന് ഡംപ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ, ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഔട്ടിന്റെ ഒരു പ്രാധാന്യം നമ്മൾ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ ശരിക്കും ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സ് ഒരുപാട് ഫ്രീ ആവുകയും കൂടെ ചെയ്യും. അപ്പോ ഇങ്ങനെ നമ്മൾ ചെയ്ത ശേഷം ഈ മൈൻഡ് ഡംപ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും റിസൾട്ട് തരുന്ന, ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, ആ രീതിയിൽ ഇതിനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടതിന് എ, അതിനുശേഷം സെക്കൻഡായി വരുന്നതിന് ബി, അതിനുശേഷം വരുന്നതിന് സി. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പ്രയോറിറ്റൈസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എപ്പോ ചെയ്യും? ഈ സൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മൺഡേ വരുന്നുണ്ട്, അതിനുശേഷം ചൊവ്വാഴ്ച വരുന്നുണ്ട്, ബുധനാഴ്ച വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ ദിവസങ്ങൾ വരുമ്പോൾ ഈ വർക്കുകൾ ഏത് ദിവസം നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ ഈ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏത് ദിവസം ചെയ്യും എന്നുള്ള രീതിയിൽ ടൈം ബ്ലോക്ക് ചെയ്യണം നമ്മളത്. അങ്ങനെ ടൈം ബ്ലോക്ക് ചെയ്താൽ നമ്മൾ അത് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ഈ ബ്രെയിൻ ഡംപ് ചെയ്യുന്നതിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കും. അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നീഡായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സമയം ഉണ്ട് നമ്മുടെ ലൈഫിൽ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ടൈം നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലിമിറ്റഡ് സമയത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് അതിൽ നമ്മൾ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ടൈം ബ്ലോക്ക് ചെയ്തിട്ട് ഏത് ദിവസം നമ്മൾ ചെയ്യും എന്നുള്ളത് ഒരു ക്ലാരിറ്റി നമ്മൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത കാര്യങ്ങൾ ഈ രീതിയിൽ ചെയ്തതിനു ശേഷം, ടൈം ബ്ലോക്ക് ചെയ്തതിനു ശേഷം, അതിന് പിന്നെ നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എവിടെ കൊള്ളിക്കാം, ഏത് സമയത്ത് ചെയ്യാം എന്നുള്ളതിൽ നമുക്ക് ഒരു സമയം നമുക്ക് കിട്ടും. ഒഴിവുള്ള സമയങ്ങൾ എങ്ങനെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്താലും നമുക്ക് എപ്പോൾ സമയം ഫ്രീ കിട്ടും എന്നുള്ള രീതിയിൽ ആ ഗ്യാപ്പിലേക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ ഫിൽ ചെയ്തിട്ട് അതിൽ പ്രാധാന്യം കുറഞ്ഞ കുറഞ്ഞ കാര്യങ്ങൾ അതിനനുസരിച്ച് നമുക്ക് ഫിൽ ചെയ്തിട്ട് കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഓരോ ദിവസവും ഈ രീതിയിൽ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി കുറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ടൈം നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ രീതിയിൽ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമ്മുടെ ഷെഡ്യൂൾ ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സമയം, ഒരു കാര്യം ചെയ്യാൻ കറക്റ്റ് 2 മണിക്കൂറാണ് വേണ്ടത് എങ്കിൽ ആ കറക്റ്റ് 2 മണിക്കൂർ നമുക്ക് ചെയ്യാൻ പറ്റുകൊള്ളുന്നില്ല. നമ്മൾ ഒന്നുകൂടെ, എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ഷെഡ്യൂളിങ് സ്റ്റാർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ, ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒട്ടും പ്രാധാന്യമില്ലാത്ത, ഈ ബ്രെയിൻ ഡംപിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രാധാന്യം കുറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ട എന്ന് തന്നെ വെക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു വിഷയമില്ല. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങൾ, കറക്റ്റ് ആയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഇല്ലാതെ വരും. അതല്ലെങ്കിൽ നമുക്ക് അത് വേറെ ആളുകൾ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് വരും. അപ്പൊ ഈ രീതിയിൽ ഒരു വീക്ക് നമ്മൾ ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ആഴ്ച കൊണ്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു വീക്ക് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ സൺഡേ ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ട് മൺഡേ മുതൽ
നമ്മൾ പ്ലാൻ ചെയ്ത ഷെഡ്യൂൾ ചെയ്ത സമയത്തിനനുസരിച്ച് നമുക്ക് ഗംഭീരമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും.